അസ്സലാമു കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു യാത്ര പോണാണ്. സൈറ്റ് വിസിറ്റ് ആണ്. എവിടെ മക്കളെ? ലക്ഷദ്വീപിലാണ്, അഗത്തിയിലാണ്. ഫ്രണ്ടിൽ അവിടെ ആദ്യമൂളുണ്ട്. ആദ്യമൂള് നിക്കാബൊക്കെ ഇട്ട് തുടങ്ങി മാഷാ അല്ലാഹ്. അപ്പൊ യാത്രയിലാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് മീറ്റ് പോണ വഴിക്ക് കാണാം. നമ്മളെ പുതിയൊരു ഡ്രൈവർ ഉണ്ട്, മിസ്റ്റർ സയ്യിദ് അഹമ്മദ് റിജു അല്ലേ? അങ്ങനല്ലേ? സയ്യിദ് അഹമ്മദ് റിജു പെങ്ങളെ മോനാണ്. മൂത്താപ്പാടെ മോളുണ്ട്, നജീബ എന്ന പേര്. നജീബാന്റെ നല്ല വിളവില്ലാത്ത ചക്കനാണ്, പാവൻ ചക്കനാണ്. പക്ഷെ അല്ല കുണ്ടന്നൂരെത്തി നമ്മള്. അപ്പൊ പോണ വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് പറയാം. നമ്മള് നെടുമ്പാശ്ശേരി എത്തി. നമ്മുടെ സയ്യിദ് അഹമ്മദ് റിജു ഡ്രൈവറായിക്കൊണ്ട് നെടുമ്പാശ്ശേരിയിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകളെ 10:25 ഫ്ലൈറ്റ്. അങ്ങനെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെടികൾ കണ്ടില്ലേ? മാഷാ അല്ലാഹ്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടില് സോളാറിന്റെ ഒരു ഏരിയ ആണിത്. ലോകത്തിലെ തന്നെ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എത്തി മക്കളെ. ഇതാണ് വേൾഡ് ഫസ്റ്റ് എയർപോർട്ട്, ഫുള്ളി പവർഡ് സോളാർ എനർജി. എത്തി. വണ്ടിന്ന് ഇറങ്ങി സെയ്ദ് മുഹമ്മദ് റിജു പോണേണ്. ടാറ്റ അടിച്ചു വെക്ക്. അത് കയറി സ്കാനിങ് വിടാൻ പോകണം. ഫസ്റ്റ് ടൈമാണ് പിള്ളേർ എയർപോർട്ടിലും ഫ്ലൈറ്റിലും കയറാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ്. ഇതല്ല, ഇത് മോളാണ്. ഇതാണ് ബോർഡിംഗ് പാസ്. സുമയ്യ, ജാബിർ, ഹാമിദ്, അടുത്താരാണ്? ആദ്യാസനാണ് ഇരിക്കുന്നത്. ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഇനി നമ്മൾ ചെക്കിങ്ങിലാണ്. എയർപോർട്ടിനകത്ത് ചെയ്തു വെച്ചേക്കുന്ന കലാരൂപങ്ങളാണ്. നമ്മളെ ഗേറ്റ് നമ്പർ നോക്കിയുള്ള നടപ്പാണ്. 9 നമ്മുടെ ഗേറ്റ് നമ്പർ. ഗേറ്റ് നമ്പർ എത്രയാണ് നമ്മുടെ? 9. ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്നതാണ്. എങ്ങോട്ടാണ് തന്നെ? ലക്ഷദ്വീപ്. അതെ, ഇതാണ് ഗേറ്റ് നമ്പർ 9. നമ്മുടെ ബസ് എത്തി. ഞാനാ മോള്. അവിടെ പോകാനോ? അറിഞ്ഞോ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിരുത്തി എത്തുമ്പോൾ ഇട്ടുതരാം.
നമ്മുടെ നൈസ്മാൻ. അമിതും അനമോളും കയറണാണ്. ആദ്യ ഫസ്റ്റ് ടൈം അല്ലേ? മതി മതി, സന്തോഷം. അതെ കയറണ അനാ എന്താണ്? तो सीट के नीचे रखी रक्षा जैकेट को पाउच से निकालें और इस तरह सर के ऊपर से पहनें. അകത്ത് എയർപോർട്ട് എത്തിയിട്ടാ, ലഗേജൊക്കെ എടുത്ത് നിൽക്കണം. ജമാൽഖാനെ വെയിറ്റ് ചെയ്തേക്കാം. നമ്മുടെ ജമാൽക്ക പോരും ഇൻഷാല്ലാ. ജമാൽഖാനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കമ്മൂർക്കാനെ ഹട്ടിട്ടാ. ഇതാണ് നമ്മുടെ ജമാൽഖാന്റെ പള്ളി. അത് നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്താണ്. ഇവിടെ താമസിക്കുന്നത് ജമാൽഖാന്റെ നമ്മൾ താമസിക്കുന്ന വില്ല. വില്ലയുടെ പേരാണ് കാസിം ബീച്ച് റിസോർട്ട്.
മൂന്നെണ്ണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ആ ഓലയിലൊക്കെ ലീക്ക് ഉണ്ട്, കാണാൻ ഭംഗിയാണ്. പക്ഷേ ലീക്ക് ഉള്ളതുകൊണ്ടിട്ട് മാറ്റിയിട്ട് ഫുൾ ഷിംഗിൾസ് ആക്കണം, ഫ്രണ്ട് ഗ്ലാസ് ആക്കണം. മഴയത്ത് കാറ്റടിച്ചിട്ട് വെള്ളം കയറണം, ഭയങ്കര കാറ്റ് അവിടെ രക്ഷയില്ല. അപ്പോൾ ഫ്രണ്ട് ഫുള്ള് ഗ്ലാസ് ആക്കും, അങ്ങനെ ഡെവലപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ റൂം. ഈ അഗത്തിയിലെ ഏറ്റവും നല്ല റിസോർട്ടാണ് കാസിം ബീച്ച് റിസോർട്ട്, ജമാൽഖാൻ്റെ പ്രോപ്പർട്ടി.